Hey guys, welcome back to Debug Media. ഇന്ന് നമ്മളിവിടെ കൺട്രോൾഡ് കമ്പോണൻസും അൺകൺട്രോൾഡ് കമ്പോണൻസും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇത് അധികം ഡെപ്ത് ആയിട്ട് നോക്കുന്നില്ല, കാരണം ഇത് അധികം കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക് അല്ല. നമ്മൾ ഇതിന് ശേഷം മാപ്പും കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ് മെയിൻ ആയിട്ട് ഡെപ്ത് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കൺട്രോൾഡ് കമ്പോണൻസ്? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് മുതലാണ് ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ form.jsൽ ഇൻപുട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഓൺ ഹാൻഡിൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട്. ഇതിനാണ് റിയാക്റ്റിൽ കൺട്രോൾഡ് കമ്പോണൻസ് എന്ന് പറയുന്നത്. കാരണം ഇത് നമ്മൾ എഴുതിയിട്ടുള്ളത് റിയാക്റ്റിന്റെ മെത്തേഡ് വെച്ചിട്ടാണ്, അതായത് റിയാക്ട് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കൺട്രോൾ കമ്പോണൻസ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വെബിൽ പോയിട്ട് ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കൺസോളിൽ അതിന്റെ വാല്യൂ കിട്ടും. ഇത് മൊത്തം റിയാക്റ്റിന്റെ കൺട്രോളിലുള്ള ഇത് മൊത്തം നമ്മൾ റിയാക്റ്റിന്റെ ഫംഗ്ഷനാലിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. അതായത് നമ്മൾ ഡോമിന്റെ പ്രോപ്പർട്ടീസ് അല്ല, ഇത് റിയാക്റ്റിന്റെ ഫംഗ്ഷനാലിറ്റീസ് ആണ്. പക്ഷെ അൺകൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ അത് റിയാക്റ്റിന്റെ കയ്യിലല്ല, അത് ഡോമിന്റെ കൺട്രോളിലാണ്. അപ്പോൾ നമ്മൾ ഡോമിന്റെ ഫംഗ്ഷനാലിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അത് ഒരിക്കലും ഇതിൽ യൂസ് ചെയ്യാറില്ല. കാരണം നമ്മൾ ഡോമിന്റെ ഫംഗ്ഷനാലിറ്റീസ് ഉപയോഗിക്കാനാണെങ്കിൽ നമുക്കത് നോർമൽ ജാവാസ്ക്രിപ്റ്റും HTML എഴുതിയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കൺട്രോൾഡ് കമ്പോണൻസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് സിറ്റുവേഷൻസ് വരും അൺകൺട്രോൾഡ് യൂസ് ചെയ്യുന്ന ടൈം. ആ ടൈമിലായിരിക്കും നമ്മൾ അൺകൺട്രോൾഡ് കമ്പോണൻസിന്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അത് റിക്വയർമെന്റിന് അനുസരിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ കൂടുതലും കൺട്രോൾഡ് കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുക. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് സിറ്റുവേഷനിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി കൺട്രോൾഡ് കമ്പോണൻസ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് നമുക്ക് ഇനി അൺകൺട്രോൾഡ് കമ്പോണൻസ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ അതിനായി നമുക്ക് ഫസ്റ്റ് ഈ ഹാൻഡിൽ ഡോട്ട് ചേഞ്ച് നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ സ്റ്റേറ്റ് ഒരു കൺസ്ട്രക്ഷൻ്റെ ഉള്ളിൽ ഇടാം. ഇതിനുള്ളിൽ പ്രോപ്സ് പാസ് ചെയ്യാം. അതിനുള്ളിൽ സൂപ്പർ ചെയ്തതിന് ശേഷം ഇതിനുള്ളിലും ഒരു പ്രോപ്സ് പാസ് ചെയ്യാം. ഇവിടെ നമുക്ക് നോർമൽ സ്റ്റേറ്റ് കോപ്പി ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ദിസ് എഴുതാൻ മറക്കരുത്, കാരണം കൺസ്ട്രക്ഷൻ എഴുതി കഴിഞ്ഞാൽ ദിസ് എന്ന് എഴുതണം. എന്നിട്ട് നമുക്കിവിടെ ഈ ഓൺ ചേഞ്ച് എന്നുള്ള മെത്തേഡ് നമുക്ക് റിമൂവ് ചെയ്യാം. കാരണം നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇപ്പോൾ നമ്മൾ ഡോമിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കിത് മൊത്തമായിട്ട് റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ കൺസ്ട്രക്റ്റിനുള്ളിൽ തിരിച്ചു പോകും. ഇതിനുള്ളിലായിരിക്കും നമ്മൾ അൺകൺട്രോൾഡ് കമ്പോണൻസിന്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് രണ്ട് വഴി ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലിമെന്റ് ബൈ ഐഡി എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് സാധാ ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യുന്ന പോലെ ചെയ്യാം. അല്ലെങ്കിൽ ആ സാധനം തന്നെ ക്രിയേറ്റ് റെഫ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. അതിനുവേണ്ടി ദിസ് ഡോട്ട് ഇൻപുട്ട് 1 എന്ന് എഴുതാം, ഇസ് ഈക്വൽ ടു റിയാക്ട് ഡോട്ട് ക്രിയേറ്റ് റെഫ്. ഇതാണ് ആ മെത്തേഡിന്റെ പേര്. നമ്മൾ ബ്രാക്കറ്റ് തുറക്കും. അതേപോലെ നമുക്ക് ഒന്നുകൂടി ദിസ് ഡോട്ട് ഇൻപുട്ട് 2 ഇസ് ഈക്വൽ ടു റിയാക്ട് ഡോട്ട് ക്രിയേറ്റ് റെഫ് എന്ന് എഴുതാം. ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് 1ഉം ക്രിയേറ്റ് ചെയ്തു, ഇൻപുട്ട് 2ഉം ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ രണ്ടെണ്ണം നമ്മൾ നേരത്തെ ഓൺ ഹാൻഡിൽ ചേഞ്ച് ഇവിടെ എഴുതിയ പോലെ ഇതിനായിട്ട് കണക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ റെഫ് എന്ന് പറഞ്ഞ കീവേഡാണ് യൂസ് ചെയ്യുക. നമ്മൾ റിയാക്റ്റിന്റെ വഴി കൺട്രോൾ കമ്പോണൻസ് ഉപയോഗിച്ചപ്പോൾ ഓൺ ഹാൻഡിൽ ചേഞ്ച് ആണ് ഉപയോഗിച്ചത്. റെഫ് ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റ് തുറക്കും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം ഒരു പാരാമീറ്റർ പാസ് ചെയ്യും, അതായത് ആ ഇൻപുട്ട് തന്നെ. ഇൻപുട്ട് ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ആ വേരിയബിൾ നെയിം ചെയ്തു, ദിസ് ഡോട്ട് ഇൻപുട്ട് 1 ഇസ് ഈക്വൽ ടു ഇൻപുട്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന വെച്ചാൽ ഇതൊരു ഫംഗ്ഷൻ ആണ്. എല്ലാ ഫംഗ്ഷൻ നമ്മൾ പാരാമീറ്റർ ആയിട്ട് ഇൻപുട്ടാണ് പാസ് ചെയ്യുന്നത്. എന്നിട്ട് ആ പാസ് ചെയ്ത ഇൻപുട്ടാണ് നമ്മൾ ഈ വേരിയബിളിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ നമുക്കിത് കോപ്പി ചെയ്തിട്ട് താഴെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇൻപുട്ട് 1ൻ്റെ ഉള്ള സ്ഥലത്ത് ഇൻപുട്ട് 2 ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഓൺ സബ്മിറ്റിൻ്റെ ഉള്ളിൽ അത് കൺസോൾ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായി കൺസോളിൻ്റെ ഉള്ളിൽ ഞാൻ ദിസ് ഡോട്ട് ഇൻപുട്ട് 1 ഡോട്ട് വാല്യൂ എന്ന് എഴുതും. പിന്നെ നമ്മളിവിടെ അൺകൺട്രോൾഡ് ആണല്ലോ ഉപയോഗിക്കുന്നത്, അപ്പോൾ നമുക്ക് ഇവിടെ ഈ സ്റ്റേറ്റിൻ്റെ ആവശ്യമില്ല. നമ്മളിവിടെ വാല്യൂ സ്റ്റേറ്റ് ആണല്ലോ കൊടുത്തിട്ടുള്ളത്, ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിനായി നമുക്ക് ഈ വാല്യൂ എടുത്തിട്ട് റിമൂവ് ചെയ്ത് കളയാം. ഇവിടുത്തെ വാല്യൂയും റിമൂവ് ചെയ്യാം. ഇത് സേവ് ചെയ്തതിനു ശേഷം നിങ്ങൾ വെബ് പേജിൽ പോകണം. ഇവിടെ നമ്മൾ നോർമലി ടൈപ്പ് ചെയ്യണ പോലെ ടെസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഒരു ടെസ്റ്റും കിട്ടി, ടെസ്റ്റ് 2ഉം കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അൺകൺട്രോൾഡ് എലിമെന്റ്സ് എഴുതുന്നത്. അപ്പോൾ ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ജാവാസ്ക്രിപ്റ്റിൽ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലിമെന്റ് ബൈ ഐഡി ഉപയോഗിച്ചിട്ടാണ് എഴുതുക. അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് റെഫ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അതായത് സെയിം തന്നെയാണ്, നമ്മൾ ഡോമിന്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് ലിസ്റ്റ് ആൻഡ് കീസിലേക്ക് എടുക്കാം. അപ്പോൾ അതിനായി ഫസ്റ്റ് നമുക്കൊരു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാം, list.js. അപ്പോൾ അതിനായി ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് .js. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കാം, കാരണം നമുക്കിനി ടൈപ്പ് ചെയ്ത സമയം കളയണ്ട. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ RCC എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഫുള്ളായിട്ട് അതിനെ നമ്മൾ RCC എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ എല്ലാം ഓട്ടോ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു തരുന്നതാണ്.
ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ ലൂപ്പ് ചെയ്യാനാണല്ലോ പോണത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിനായി ഫസ്റ്റ് നമുക്കൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് ജസ്റ്റ് ഒരു ഡാറ്റ എന്ന് കൊടുക്കാം. എന്നിട്ട് അറേ ഓഫ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായി ഫസ്റ്റ് നമ്മളൊരു അറേ ഇടും. എന്നിട്ട് അത് എൻ്റർ അടിച്ചതിന് ശേഷം നമ്മൾ കേളി ബ്രാക്കറ്റ്സ് തുറക്കും, കാരണം അത് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അറേ ഓഫ് ഒബ്ജക്റ്റ് ആണല്ലോ. നമ്മൾ എൻ്റർ അടിച്ചതിന് ശേഷം ഫസ്റ്റ് നമുക്കിവിടെ ഒരു ഐ ഡി കൊടുക്കാം. ഐ ഡി ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. നെയിം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ജോൺ എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ഏജ് :45 എന്ന് കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു അറേ ഓഫ് ഒബ്ജക്റ്റ് കിട്ടി. ഇനി നമുക്കിത് തന്നെ ഒരു പ്രാവശ്യം കൂടിയും റിപ്പീറ്റ് ചെയ്യാം. അതിനായി ഇത് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കോമ ഇട്ടിട്ട് ഒരു പ്രാവശ്യം കൂടി നമ്മൾ എഴുതും. എന്നിട്ട് ഈ ഐ ഡി ഇസ് ഈക്വൽ ടു 2 ആക്കാം. നെയിം നമുക്ക് വേണമെങ്കിൽ രാഹുൽ എന്ന് എഴുതാം. ഏജ് നമുക്ക് 10 എന്ന് എഴുതാം. അപ്പോൾ എൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കണ്ടിട്ടുണ്ടാവില്ല, അറേ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കുന്നത്. കാരണം ഇങ്ങനത്തത് നമ്മൾ മെയിനായിട്ട് APIs വിളിക്കുമ്പോഴാണ് നമ്മൾ ഈ ഡാറ്റനായിട്ട് ഡീൽ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ API യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാനിത് പഠിപ്പിക്കാണ്ടിരുന്നത്. പക്ഷേ ഇനി മുതൽ നമ്മൾ കുറച്ച് ഫ്യൂച്ചർ ട്യൂട്ടോറിയൽസിലൊക്കെ APIs ഒരു ഫേക്ക് API ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ തന്നെ കാണിച്ചു തരുന്നത്. ഈ APIsനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ഞാൻ ഫ്യൂച്ചറിൽ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നതാണ് ഫ്രണ്ട് എൻഡ്, അതാണ് നമ്മൾ റിയാക്ട്. പക്ഷേ ഇതേപോലെ ബാക്ക് എൻഡ് ഉണ്ടാവും. ബാക്ക് എൻഡ് ചിലപ്പോൾ PHP ഉണ്ടാവും, അല്ലെങ്കിൽ പൈത്തോൺ, ലാർവൽ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ലാംഗ്വേജ് ആയിരിക്കും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഈ എല്ലാ ബാക്ക് എൻഡ് ലാംഗ്വേജിനും ഒരു ഡാറ്റാബേസ് കാണും. കാരണം എല്ലാ ഡാറ്റയും ആൾക്കാരുടെ പേരും പാസ്വേഡൊക്കെ സ്റ്റോർ ചെയ്യണമല്ലോ, അതിനാണ് ഡാറ്റാബേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റാബേസിലേക്ക് നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ബാക്ക് എൻഡ് ഡെവലപ്പർ വേറെ ഏതൊരു സ്ഥലത്തിരുന്നിട്ടാണ് കോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കോഡും ഇപ്പം ഞാൻ എഴുതുന്ന ഫ്രണ്ട് എൻഡ് കോഡും തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് ഡാറ്റാബേസിനായിട്ട് കണക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കോഡും ബാക്ക് എൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് സ്റ്റോർ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും. അപ്പോൾ അത് അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് അത് ഡാറ്റാബേസ് ആയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യണം. ആ ഒരു കണക്ഷനാണ് API നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരൊരു ലിങ്ക് തരും. ഫോർ എക്സാമ്പിൾ, അവർ തരുന്ന ലിങ്ക് API/version2/customer എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ തരാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റോ ഡിലീറ്റോ അതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ID പാസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും അവർ ഒരു എൻഡ് പോയിന്റ് തരുന്നത്. അപ്പോൾ API എന്താണെന്ന് ചുരുക്കി പറഞ്ഞാൽ ബാക്ക് എൻഡ് ആയിട്ട് അഥവാ ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡാറ്റ എടുക്കാനും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു URL ആണ്. അതിനാണ് നമ്മൾ APIs എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഹാർഡ് കോഡ് ചെയ്തിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ഫേക്ക് API ജനറേറ്റർ ഓൺലൈനിൽ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫ്യൂച്ചർ ട്യൂട്ടോറിയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഹാർഡ് കോഡ് ചെയ്ത ഡാറ്റ യൂസ് ചെയ്യാം. നമ്മളിലിപ്പോൾ ഈ ഡാറ്റ ഉണ്ട്. ഈ ഡാറ്റ ഇപ്പോൾ നമുക്കിനി HTML പ്രിൻറ്റ് ചെയ്യണം. നോർമലി നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ പ്രിൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് document.getElementById എന്നൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോ ലിസ്റ്റിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യണം, അപ്പെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ റിയാക്റ്റിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. റിയാക്റ്റിൽ ഇപ്പോൾ നമുക്ക് ഈ ഡാറ്റ പ്രിൻറ്റ് ചെയ്യാൻ നമ്മൾ മാപ്പ് എന്ന് പറഞ്ഞ ഒരു ലൂപ്പാണ് ഉപയോഗിക്കുക. അത് ഹൈ ഓർഡർ ലൂപ്പാണ്. അത് സാധാ ഫോർ ലൂപ്പിനെക്കാട്ടൊക്കെ എളുപ്പത്തിൽ എഴുതാനും പറ്റും, ഭയങ്കര സ്പീഡുമാണ്. അത് നമുക്ക് ഡയറക്റ്റ് JSXൽ തന്നെ സാധാരണ നമ്മൾ സ്റ്റേറ്റ് എഴുതുന്ന പോലെ എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഫസ്റ്റ് ഞാൻ ഈ ഡിവിൻ്റെ ഉള്ളിൽ ഒരു UL ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം ഇത് ലിസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ എല്ലാതിൻ്റെ ഉള്ളിലായിരിക്കും ഇത് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി അത് ചെയ്യാൻ മുമ്പ് ആദ്യം ഇവിടെ പോയാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ JR ടൈപ്പ് ചെയ്താൽ ജാവാസ്ക്രിപ്റ്റ് റിയാക്ട് എന്ന് കിട്ടും. അത് നമ്മൾ ഓട്ടോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ UL ടൈപ്പ് ചെയ്തിട്ട് ടാബ് അമർത്തി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ഇതിനുള്ളിലായിരിക്കും നമ്മൾ ആ മാപ്പ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായി ഫസ്റ്റ് നമ്മൾ ബ്രാക്കറ്റ് ഓർക്കും, കാരണം നമ്മൾ സ്റ്റേറ്റ് ആണല്ലോ എഴുതുന്നത്. ഇതിനുള്ളിൽ നമ്മൾ this.state.data എന്ന് എഴുതും. അപ്പോൾ നമുക്ക് ആ ഡാറ്റ വേരിയബിൾ നമുക്ക് കിട്ടി. പക്ഷേ ഈ കേസിൽ ഡാറ്റ വേരിയബിൾ അരയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലൂപ്പ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഡോട്ട് ഇടും, എന്നിട്ട് മാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കീവേഡ് എഴുതും. അതിനുശേഷം നമ്മൾ പാരന്തസിസ് ഓപ്പണും ക്ലോസും ചെയ്യണം. ഇവിടെയാണ് മെത്തേഡ് തുടങ്ങുന്നത്. ഈ മെത്തേഡ് 2 പാരാമീറ്റർ റിട്ടേൺ ചെയ്യും. ഒന്നാണ് അതിൻ്റെ വാല്യൂ. അത് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള പേര് കൊടുക്കുക, ഡാറ്റ എന്നോ വാല്യൂ എന്ന് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വാല്യൂ എന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തതാണ് ഇൻഡെക്സ്. ഇൻഡെക്സിന് പറഞ്ഞാൽ നമുക്ക് ഐയും കൊടുക്കാം. അത് എന്താണെങ്കിലും പ്രശ്നമുള്ളതല്ല. ഇത് ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് ചെയ്തിട്ടുള്ളത്. ഈ ഇൻഡെക്സും വാല്യൂ ഉണ്ടാവേണ്ടത് ഒരു പാരന്തസിസിൻ്റെ ഉള്ളിലാണ്. കാരണം ഇതൊരു ഫംഗ്ഷൻ ആണല്ലോ. ഇപ്പം നോർമലി നിങ്ങളിപ്പോൾ ഇത് എഴുതണമെങ്കിൽ ഇവിടെ നിങ്ങൾ ഫംഗ്ഷൻ എഴുതിയിട്ടായിരിക്കും എഴുതാം. ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പണും ക്ലോസും ചെയ്യും. കാരണം മാപ്പ് ഒരു മെത്തേഡാണ്, അതിൻ്റെ കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ് ഇതിനുള്ളിൽ നമ്മൾ എഴുതുന്ന ഈ ഫംഗ്ഷൻ. പക്ഷേ ഈ സെയിം സാധനമാണ് നമ്മൾ ആരോ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എഴുതുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ഫംഗ്ഷൻ എഴുതാണ്ട് ജസ്റ്റ് ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ആരോ ഫംഗ്ഷൻ എഴുതിയാൽ മതി. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് തുറക്കും.
ഇനി കോൾ ബാക്ക് ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. അതാണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വാല്യൂ. അതിനായി നമ്മൾ ഫസ്റ്റ് ഇവിടെ റിട്ടേൺ എഴുതും. എന്നിട്ട് ഇതിനുള്ളിൽ നമ്മൾ ഒരു LI ടാഗ് ക്രിയേറ്റ് ചെയ്യും. തൽക്കാലം നമുക്ക് വേണമെങ്കിൽ ID മാത്രം പ്രിന്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ബ്രാക്കറ്റ് തുറന്നതിന് ശേഷം വാല്യൂ എന്ന് എഴുതും. കാരണം ഇപ്പോൾ ഈ വാല്യൂൻ്റെ ഉള്ളിലാണല്ലോ എല്ലാതും ഉള്ളത്. ഈ വാല്യൂൻ്റെ ഉള്ളിലാണ് ഈ മൊത്തം ഡാറ്റ ഇപ്പോൾ ഉള്ളത്, ഇവിടെ കാണുന്ന എല്ലാ ഡാറ്റയും. അതുകൊണ്ട് നമ്മൾ വാല്യൂ എഴുതും. പിന്നെ നമുക്ക് ഏത് വാല്യൂ ആണോ വേണ്ടത് അതിൻ്റെ കീ എഴുതണം. ഫോർ എക്സാമ്പിൾ എനിക്ക് നെയിം വേണം, അപ്പോൾ വാല്യൂ ഡോട്ട് നെയിം എന്നായിരിക്കും ഞാൻ എഴുതാം. ഇത് ഞാനിപ്പോൾ ഇത് സേവ് ചെയ്യുന്നു. ഞാനിതിപ്പോൾ സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കിട്ടേണ്ടത് ജോണും രാഹുൽ എന്നാണ്. കാരണം ഞാനിപ്പോൾ എല്ലാ നെയിമുമാണ് ലൂപ്പ് ചെയ്യണത്. അപ്പോൾ ഈ ലിസ്റ്റ് എന്നുള്ള കമ്പോണന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഇത് എവിടെയും വിളിച്ചിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് app.jsൽ പോയതിനു ശേഷം ഇവിടെ നമുക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പേരാക്കാം. കാരണം ഇവൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ആയിരുന്നു. എന്നിട്ട് നമ്മൾ ഫോംസിന് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണന്റ് കോൾ ചെയ്യാം. ഇവിടെ ലിസ്റ്റ് നിങ്ങൾ ഡ്രോപ്പ് ഡൗണിൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് മാനുവലി പോയിട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് സേവ് ചെയ്തതിനു ശേഷം വെബ് പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജോണും രാഹുലും പ്രിൻ്റ് ആയി കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോൾ ഈ സ്റ്റൈൽ വേണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഡോട്ട്സ് ഇവിടെയാണ്, ലെഫ്റ്റിലാണ്, പേര് സെൻറ്ററിലാണ്. അത് കാരണം നിങ്ങൾ app.cssൽ പോയി കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് കുറച്ച് സ്റ്റൈൽസ് നമ്മൾ റിയാക്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ വരും. അത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് സേവ് ചെയ്താൽ മതി. അപ്പോൾ അത് പഴയ പോലെ ആയിട്ട് ലെഫ്റ്റിലേക്ക് കാണിക്കും. ഇവിടെ നമ്മൾ list.jsൽ വാല്യൂ ഡോട്ട് നെയിം കൊടുത്തുകൊണ്ടാണ് നെയിംസ് മാത്രം കാണിച്ചത്. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്തതിനു ശേഷം ലിസ്റ്റിലേക്ക് പോയിട്ട് ഇവിടെ നമുക്ക് വാല്യൂ ഡോട്ട് നെയിമിന് മുന്നിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടി പ്രിൻറ്റ് ചെയ്ത് നോക്കാം. വാല്യൂ ഡോട്ട് ID വേണമെങ്കിൽ ഇവിടെ ഒരു ഡാഷ് ഇടാം. വാല്യൂ ഡോട്ട് നെയിമിന് ശേഷം ഒരു ഡാഷ് ഇട്ടതിന് ശേഷം വാല്യൂ ഡോട്ട് ഏജ്, കാരണം അതാണ് ലാസ്റ്റ് ഉള്ളത്. ഇതിപ്പോൾ സേവ് ചെയ്തതിനു ശേഷം നിങ്ങളിപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കിട്ടും, ജോൺ 45 എന്ന് കിട്ടും. കാരണം ജോണിൻ്റെ വാല്യൂ അതാണ് 1 ജോൺ 45. അതിൽ 2 രാഹുൽ 10 എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിയാക്റ്റിൽ ഒരു അറേ ലൂപ്പ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പമാണല്ലോ. നമ്മൾ document.getElementById എന്നൊന്നും ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ ഫെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് തന്നെ JSXൽ നമുക്ക് മാപ്പ് ഉപയോഗിച്ചിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. റിയാക്റ്റിൽ നമ്മൾ ഒരേ ഒരു പാരൻ്റാണ് നമ്മൾ റിട്ടേൺ ചെയ്യപ്പെടും. ഇവിടെ നമ്മൾ ഒരു ഡിവ് റിട്ടേൺ ചെയ്യുന്ന പോലെ ഇതിനുള്ളിൽ നമ്മൾ ഒറ്റൊരു പാരൻ്റായിരിക്കും റിട്ടേൺ ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഈ റിട്ടേണിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ റിട്ടേണും ബ്രാക്കറ്റ് എടുത്ത് കളയാം, അതിൻ്റെ ക്ലോസിംഗ് ബ്രാക്കറ്റും എടുത്ത് കളയാം. എന്നിട്ട് ഇവിടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കേളി ബ്രാക്കറ്റ്സിൻ്റെ പകരം നമുക്കവിടെ സാധാ പാരന്തസിസ് ഓപ്പണും ചെയ്യാം, ഇവിടെ വന്നിട്ട് ക്ലോസും ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ആ സെയിം എഫക്റ്റാണ് കിട്ടുക. പക്ഷേ റിട്ടേൺ എന്നുള്ള ലൈന് പോയി കിട്ടും. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ റിട്ടേൺ കീവേഡ് ഇടുമ്പോൾ നിങ്ങൾ ഇവിടെ കേളി ബ്രാക്കറ്റ് തുറക്കും. റിട്ടേൺ കീവേഡ് ഇല്ലാണ്ടാണെങ്കിൽ നിങ്ങളിവിടെ സാധാ പാരന്തസിസ് ആയിരിക്കും തുറക്കുക. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെയിം ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്കിവിടെ ഇതൊരു വലിയ അരയാണ്, മൾട്ടിപ്പിൾ നെസ്റ്റഡ് അരേസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഡിവോ സ്പാൻ ഒക്കെ ഇട്ട് പ്രിന്റ് ചെയ്യണമെന്ന് വെച്ചാൽ അത് നടക്കില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ റിട്ടേൺ ആ ഒരു പാരൻ്റാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇത് മൊത്തം ഒരു ഡിവിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലിടാൻ. ഇപ്പോൾ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ഔട്ട്പുട്ട് ആയിട്ട് തന്നെ കിട്ടും. കാരണം ഇപ്പോൾ നമ്മൾ ഒരു പാരൻ്റാണ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ വേറെ എന്ത് വേണമെങ്കിലും എഴുതാൻ പറ്റുന്നതാണ്. സ്പാനോ H1 ടാഗോ എന്ത് വേണമെങ്കിലും ഇടാം. അങ്ങനെയാണ് നമ്മൾ റിയാക്റ്റിൽ മാപ്പ് ഉപയോഗിച്ചിട്ട് ഒരു അരേ ലൂപ്പ് ചെയ്യുന്നത്. ഇതേപോലെ ആയിരിക്കും നമുക്ക് API തരുമ്പോൾ. APIയിൽ ഇതേപോലത്തെ ഡാറ്റ ഉണ്ടാവും. അത് നമ്മൾ മാപ്പ് ഉപയോഗിച്ചിട്ട് ലൂപ്പ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യണം. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഡിവ് ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. സേവ് ചെയ്തതിനു ശേഷം ബാക്കി പോകുക. ഇവിടെ ഒരു റിയാക്റ്റിൽ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഇപ്പോൾ കൺസോൾ തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. ഈ ചൈൽഡ് ഇൻ ലിസ്റ്റ് ഷുഡ് ഹാവ് എ യുണീക് കീ പ്രോപ്പ്. അത് റിയാക്റ്റിൻ്റെ ഒരു കോൺസെപ്റ്റാണ്, ഈ കീ എന്നുള്ള ആട്രിബ്യൂട്ട്. അതെങ്ങനെ എഴുതാമെന്ന് ആദ്യം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജും കാണിച്ചു തരാം. അപ്പോൾ ഈ കീ വാല്യൂ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ കീ എന്ന് എഴുതും. അതിൻ്റെ പാരൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കീ എന്ന് എഴുതും. ലൂപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാരൻറ്റിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഇത് എഴുതാം. UL എഴുതില്ല, കാരണം ലൂപ്പിൻ്റെ ഉള്ളിലാണ് ഇത് വരേണ്ടത്. അങ്ങനെ ഈ LIൻ്റെ ഇവിടെ നമ്മൾ കീ ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കുക, പക്ഷെ അത് യുണീക്ക് ആവണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ യുണീക്ക് ആയിട്ടുള്ളത് ഈ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇൻഡെക്സ് തുടങ്ങുന്നത് 0 എന്നല്ല. അപ്പോൾ 0, 1, 2, 3 എത്ര വാല്യൂസ് ഉണ്ട് അതിനനുസരിച്ച് കൂടി പോകും. അപ്പോൾ നമുക്കിവിടെ കീ ഇസ് ഈക്വൽ ടു ഇൻഡെക്സ് എന്ന് എഴുതാം. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് നിങ്ങൾ വെബ് പേജിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ എറർ ഇപ്പോൾ കാണുന്നില്ല. കാരണം അത് നമ്മൾ കീ ആട്രിബ്യൂട്ട് ഇട്ടപ്പോൾ ആ എറർ പോയി കിട്ടി. ഈ കീ ആട്രിബ്യൂട്ടിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ റിയാക്റ്റിൽ നമ്മളൊരു അരയിൽ ഡാറ്റ ആഡ് ചെയ്യുമ്പോൾ സാധാരണ ജാവാസ്ക്രിപ്റ്റിൽ എന്താണ്ടാവുമെന്ന് വെച്ചാൽ ആ അരേ തന്നെ കംപ്ലീറ്റ് ആദ്യം മുതൽ പ്രിന്റ് ആവും. പക്ഷേ റിയാക്റ്റിൽ വെർച്വൽ ഡോമാണുള്ളത്. അതുകൊണ്ട് ഏത് അരയാണോ ഇൻസർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഏത് അരയാണോ ഡിലീറ്റ് ചെയ്തത് ആ ഒരു വാല്യൂക്ക് മാത്രമാണ് അപ്ഡേറ്റ് വരുള്ളൂ. കാരണം വെർച്വൽ ഡോമും ആക്ച്വൽ ഡോമും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ വെർച്വൽ ഡോം ചെക്ക് ചെയ്യും ഏതാണ് മാറ്റം വന്നിട്ടുള്ളത്. എന്നിട്ട് അത് മാത്രമായിരിക്കും റിയൽ ഡോമിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്.
അതുകൊണ്ടാണ് റിയാക്ടിന്റെ സ്പീഡ് ബാക്കിയുള്ള ഫ്രെയിം വർക്ക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ. കാരണം ഇവർ വെർച്വൽ ഡോം ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു വാല്യൂ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുമ്പോൾ ഏത് വാല്യൂ ആണ് മാറ്റം വന്നത് അത് മാത്രമാണ് ചേഞ്ച് വരിക. അതിനാണ് നമ്മൾ ഈ കീ ഉപയോഗിക്കുന്നത്. ഈ കീ ഉപയോഗിച്ചില്ലെങ്കിൽ നോർമൽ റെൻഡർ ആയിരിക്കും റെൻഡർ ആവുക. അപ്പോൾ എപ്പോഴും കീ യുണീക്ക് ആയിരിക്കണം. ഇവിടെ സാധാരണ നമ്മൾ ഇൻഡെക്സ് അല്ല കൊടുക്കുക, നമ്മൾ ഈ ഡാറ്റ നമുക്ക് കിട്ടില്ല, ഇതിലുള്ളൊരു യുണീക്ക് ഐ ഡി ഉണ്ടാവും. എക്സാമ്പിൾ ഈ ഐ ഡി, ആ ഐ ഡി ആയിരിക്കും കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ ഇൻഡെക്സ് റിമൂവ് ചെയ്തിട്ട് വാല്യൂ ഡോട്ട് ഐ ഡി തന്നെ കൊടുക്കുക. കാരണം ഡാറ്റാബേസിൽ നിന്ന് വരുന്ന ഐ ഡി എപ്പോഴും യുണീക്ക് ആയിരിക്കും. ഇത് നമ്മൾ വെബ് പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെയിം ഔട്ട്പുട്ട് കിട്ടി, ഒരു എററും ഇല്ല. ഇതിൽ കൂടെ നിങ്ങൾക്ക് അറേ ലൂപ്പ് ചെയ്യാനും കീ ആട്രിബ്യൂട്ട് എന്താണെന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ ഇനി ഇത്രയും മതി. ഇനി അടുത്ത ട്യൂട്ടോറിയൽ നമുക്ക് റിയാക്ടിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങളോടെയും എക്സ്പ്ലോർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.